എല്ലാരും കൂടെ ഇവിടെ വന്നിരിക്കുകയാണോ? വെറുതെയാണോ ഞാൻ ഈ കാണായ വീട് മൊത്തം കയറുകയാണെങ്കിൽ അവിടെ ആരും ഇല്ലാത്തത്? താമസിച്ചാണ് വന്നേ? എന്താ അങ്ങനെ ചോദിച്ചാ? അല്ല, ഇവിടെ ഇരിക്കണവർക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി, നിങ്ങളിങ്ങനെ സർവക്കല് പോലെ നിൽക്കണോണ്ട് ചോദിച്ചതാ. അതെ, ഇവിടുത്തെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാ. ഞാൻ ഇവിടെ നിൽക്കും, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കും. അയ്യോ സോറി കേട്ടോ, എനിക്ക് ഇപ്പോഴാണ് ആളെ മനസ്സിലായത്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? 4 ഗിരിരാജൻ കോഴി, ഒരു കറവ പശുവും വേണം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല എനിക്ക്, ഈ പ്രാവശ്യം തന്നേ പറ്റൂ. ഗിരിരാജൻ കോഴിയോ? പഞ്ചായത്ത് മെമ്പർ അല്ലേ? പഞ്ചായത്ത് മെമ്പറോ? ഞാനോ? അല്ല സോറി, എനിക്ക് തെറ്റിപ്പോയതാ. പഞ്ചായത്ത് പ്രസിഡന്റ്. ഹലോ, നിങ്ങൾ ഇവിടെ എന്ത് നടക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ പറയുന്നത്? ഗ്രാമസഭ അടക്കല്ലേ? അല്ല, നിയമസഭ. നിയമസഭയാണ്. തുണി നോക്കി കാണിക്കും, തെറി വിളിക്കും, അടി ഉണ്ടാവും. ഇത് അതുപോലെ നടന്നില്ലല്ലോ. എനിക്കറിയാം. എന്റെ പൊന്നു ചേട്ടാ, ഇവിടെ ഒരു പരിപാടിയുടെ ഒരു TV ഷോയുടെ ഷൂട്ട് നടക്കാണ്. ഞാൻ അതിന്റെ ആങ്കറാണ്, ആങ്കർ അശ്വതി. ടാങ്കർ അശ്വതിയോ? അല്ല, ഈ ടാങ്കർ എന്ന് പറയുന്നത് വീട്ടും പേരാണോ? ചേട്ടാ, ഞാൻ ഈ പരിപാടിയുടെ അവതാരകയാണെന്ന്. ആണോ? നമുക്ക് ഒന്നിച്ച് ഈ പരിപാടി അങ്ങോട്ട് വിജയിപ്പിച്ചാലോ? ചേട്ടാ, അതിന് ചില മിനിമം കഴിവും കാര്യങ്ങളും ഒക്കെ വേണം. അങ്ങനെയാണെങ്കിൽ മോള് മാറിയിട്ട് എന്നെ പിടിച്ചോടെ നിർത്തും. അതിനെന്തായാലും ഇവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല കഴിവുള്ള 2 ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അവർ ഇരിക്കുന്നുണ്ട്. ഏത് കഴിവുള്ള ആർട്ടിസ്റ്റുകളാ? ഞാൻ കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, ഇത് ആരാ നിക്കണേ? ഇവരെ അറിയോ? അറിയാം. നിങ്ങൾ എന്നെ വർത്താനം കൊള്ളാലോ. ഇയാൾക്ക് ഇവരെയൊക്കെ അറിയാം. ഇവരെയൊക്കെ എപ്പോഴും സ്റ്റേജിലേക്ക് വിളിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന എന്നെ ഇയാൾക്ക് അറിയില്ല. ഇല്ല. നിങ്ങൾ കോമഡിയിൽ ചെയ്തിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇവരതുപോലെയാണോ? നമ്മൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. അതായത് നമ്മുടെ ജനങ്ങൾക്കിടയിൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാനുണ്ടല്ലോ, ഇവരുടെ പരിപാടി കണ്ടില്ല, ചോറിനുമില്ല. ഒരു ദിവസം ഇവരുടെ പരിപാടി തുടങ്ങുന്നത് തൊട്ട് മുമ്പ് കറണ്ട് പോയി. ഞാൻ അന്നത്തെ ദിവസം പട്ടിണി കിടന്നു. അത്രക്ക് സെൽഫി എടുക്കട്ടെ. എന്റെ ദൈവമേ, എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ. ഒരു സെൽഫി എടുത്തേ. എന്തായാലും കുറെ കാലം കൂടി നിങ്ങൾക്ക് ഒരു ആരാധകനെ കിട്ടിയതല്ലേ? എടുത്തുകൂടെ. ഞാനിത് എന്റെ പെണ്ണുമ്പിളോടി എന്ന് പറയും. ഓക്കെ കേട്ടോ, വളരെ സന്തോഷം. അയ്യോ എന്റെ ദൈവമേ, എന്താ അല്ലേ? സന്തോഷായില്ലേ? സന്തോഷായി. ഭാര്യയോട് ചെന്ന് എന്താ പറയാൻ പോന്നെ? ഞാൻ ഇവരെ കണ്ടു. ആരെ? ധർമ്മജനെയും പിഷാരടിനെയും കണ്ടു. ഞാൻ ധർമ്മജനെയും പിഷാരടി എന്നാ ഇഷ്ടം? നിങ്ങളെ എന്നാ കാണിച്ചു കൂടണം? അല്ല ചേട്ടാ, അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ ജനമനസ്സിലുള്ള സ്ഥാനത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ അല്ലേ? താങ്ക് യു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ധർമ്മജ പിഷാരടി കാര്യം മനസ്സിലായി. പുള്ളിക്കാരന് ധർമ്മജനെ അറിയത്തില്ല, അറിയത്തില്ല, യവനെ അറിയത്തില്ലെന്നുള്ളത്. ചേട്ടാ, ഉള്ള കാര്യം പറയാലോ. ചേട്ടനെ ആദ്യം കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചേട്ടന് തലയ്ക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന്. അയ്യോ മോളെ അങ്ങനെ സംസാരിക്കല്ലേ. മോളി പരിപാടികൾ ആരാന്ന് പറഞ്ഞേ? ഞാൻ ഈ പരിപാടിയുടെ ആങ്കർ എന്ന് വെച്ചാൽ അവതാരക, അതായത് ഈ പരിപാടി പരിചയപ്പെടുത്തുന്ന ആൾ ആണല്ലേ. കൊച്ചിനേക്കാൾ അടിപൊളിയായിട്ട് ഈ പരിപാടി ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചേ. ഈ പരിപാടിയില് ശരി, നമുക്കൊന്ന് കണ്ടു നോക്കാം. അതെ, ഒരു ചാൻസ് കൊടുക്കാം. സോറി, എനിക്ക് തെറ്റിപ്പോയതാണ്. ബാബു ജോസ്, ബൈജു ജോസ്, ക്ഷമിക്കണം. എനിക്ക് തെറ്റിപ്പോയതാണ്. ഇപ്പൊ ശരിയായി, ഇപ്പൊ കറക്റ്റ് ആയി ചേട്ടാ. അറിയാമോ? പേര് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വൈക്കോത്തൂറിന്റെ വ്യത്യാസം. അപ്പൊ ചേട്ടൻ പരിചയപ്പെടുത്താൻ പോവാ. ഞാൻ പരിചയപ്പെടുത്താൻ പോവാ. ഞാൻ പരിചയപ്പെടുത്തുന്ന പോലെ. അതന്നെ. അന്നേരം വേറെ ചുമ്മാ അങ്ങ് പരിചയപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് മ്യൂസിക് ഒക്കെ ഇട്ടാലേ. ചില്ലറ പുള്ളിയൊന്നല്ല. ആരെങ്കിലും ഈ ചേട്ടൻ ഒരു മ്യൂസിക് ഇട്ടുകൂടെ? എന്റെ പക്ക് കലകി പോയനെ മ്യൂസിക് നിർത്തിയില്ലായിരുന്നെങ്കിൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അടിപൊളി, അത് പൊളിച്ച്. ബാക്കി നിങ്ങൾക്ക് കേവലം 3 മിനിറ്റ് കൊണ്ട് 3 കിലോ അരി വേവിക്കുന്ന ഒരു പ്രഷർ കുക്കറാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കച്ചവടക്കാരനാണല്ലേ? അങ്ങനെ കച്ചവടക്കാരനാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ തരം താഴ്ത്തല്ലേ. കുട്ടിക്കൊരു കാര്യം അറിയാമോ? ഈ പരിപാടിയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഈ 4000 രൂപ വരുന്ന ഈ പ്രഷർ കുക്കർ ഒരു പാവപ്പെട്ട കുട്ടിയായി നിങ്ങൾക്ക് ഞാൻ വെറുതെ തരും. ശരി ചേട്ടാ, എന്നെ കണ്ടിട്ട് പാവം പലരും പറയാറുണ്ട്. അതല്ലേ, ഇത് ഫ്രീ ആണ്. അല്ല ചേട്ടൻ എന്തിനാ എനിക്കൊരു സാധനം ഫ്രീ ആയിട്ട് തരുന്നേ? അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഞങ്ങൾ ഒരു 10 പേര് കൂടിയിട്ട് ഒരു ദൈവസഹായം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൊസൈറ്റി കൊണ്ട് ഞങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരുപാട് വീട്ടിൽ പിന്നെ സാമ്പത്തികമില്ലാത്ത വീടുണ്ട്. അപ്പൊ അവിടെ പ്രഷർ കുക്കർ, കിഡ്നി സ്റ്റോൺ, അപ്പച്ചട്ടി ഇതൊന്നും കിട്ടാറില്ലല്ലോ. അപ്പൊ ഞാൻ അവർക്ക് വെറുതെ ഫ്രീ കൊടുക്കാറാണ് പതിവ്. ഇനി ഞാനൊരു
ഫ്ലാസ്ക് കൂടി കൊടുക്കുകയാണ്. കാരണം അത്രയ്ക്ക് പാപം തോന്നി എനിക്ക് കുട്ടീനെ കണ്ടിട്ട്. ശ്ശോ. ഒരു ഫ്ലാസ്ക്. അല്ല ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഫ്ലാസ്ക്. അല്ല ചേട്ടാ ഞാൻ പറയട്ടെ, എല്ലാം എനിക്ക് തരാൻ പാടില്ല. ഇവിടെ വേറെയും പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും. ചേട്ടൻ അവരെ കണ്ടെത്തി അവർക്ക് കൂടെ കൊടുക്കൂ. ചേച്ചിക്ക് ഞാനിത് കൊടുക്കുകയാണ്. ചേട്ടാ ഏ? ഹലോ ഹലോ ആ, ചേട്ടാ ആ. ഞാനും പാവമാണ്. എനിക്ക് ഒരെണ്ണം തന്നാൽ ആ നന്നായിരുന്നു. അതെ, അവരും കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ്. ആണോ? ആ. പാവപ്പെട്ട ആളുകളാണെങ്കിൽ നേരിട്ട് അങ്ങ് വാ തുറന്ന് പറയണം അങ്ങോട്ട്. ചുമ്മാ നിങ്ങളുടെ പേര് ഞാൻ വിട്ടുപോയി. പോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇല്ല, ഇല്ല. എനിക്കറിയാം നിങ്ങൾ ജയവിജയന്മാരാന്ന് ഒക്കെ. ഇത് തികച്ചും സൗജന്യമാണ് അല്ലേ? തികച്ചും സൗജന്യമാണ് ഈ സന്തോഷം. ഞാൻ തന്ന ഈ ഓരോ പ്രോഡക്റ്റും. അപ്പൊ ചേട്ടൻ ഇതെല്ലാം കൊടുത്തു തീർന്നല്ലോ അല്ലേ? കൊണ്ടുവന്നൊക്കെ കൊടുത്തു തീർന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിന് സമാധാനമായത്. ആ സന്തോഷം. എന്തായാലും ചേട്ടൻ കുറച്ച് അങ്ങോട്ട് ഇന്ന് ഫ്ലോറിൽ നിന്ന് മാറുകയാണെങ്കിൽ നമുക്ക് ഈ ഷൂട്ട് ഒന്ന് ഫിനിഷ് ചെയ്യായിരുന്നു. ഇത് ഫിനിഷ് ചെയ്യാൻ വരട്ടെ. ആ. അതായത് ഞാൻ ഇതിപ്പോ ഫ്രീ ആയിട്ടാണല്ലോ നിങ്ങൾക്ക് തന്നത്. അതെ, സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ ദൈവസഹായം ചാരിറ്റബിൾ സൊസൈറ്റി ആ. ഇത് മുന്നോട്ട് പോകുന്നത് ആ. ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അതെ, നന്നായിട്ട് അത് നടത്തി. തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി ഇനി ഇത് ഒരുപാട് കിലോമീറ്ററുകളോളം മുന്നോട്ട് പോട്ടെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഞാനിത് ഫ്രീ ആയിട്ട് തന്നല്ലോ. തന്നു. അപ്പൊ നിങ്ങൾ ഈ ചാരിറ്റബിൾ ദൈവസഹായം ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ചെറിയൊരു സംഭാവന തരണം. സംഭാവന. അല്ല ചോദിക്കട്ടെ, ഈ സംഭാവന എന്ന് വെച്ചാൽ എത്ര രൂപ ഉദ്ദേശിക്കുന്നത്? ഇത് 4000 രൂപ. മറ്റേതിനെത്ര? മൂടി പിടിക്കില്ലേ അതിനെത്ര? അതിനൊരു ഇത് കണക്ക് കൂട്ടിയതാ ഒരു 15000 രൂപ വരും അതുകൊണ്ട് മൊത്തത്തില്. അപ്പം ഇതിന്റെ പൈസയായിട്ട് എനിക്ക് വേണ്ട. ഇതിന്റെ കൂടെ ഒരു 15000 രൂപ കൂടിയിട്ട് ഒരു 30000 രൂപ സംഭാവനയായിട്ട് ഇങ്ങ് തരുവാണെങ്കിൽ ഞങ്ങൾ ഇത് ഓക്കെ ആക്കാം. 5 പൈസ കിട്ടൂല ഇവിടുന്ന് ഒരാളും ഒരു ചില്ലി കാശ് കൊടുത്തു പോരുത് കേട്ടോ. 5 ഉടായ്പ പരിപാടിയാണ്. 5 പൈസ തരണ്ട, നിങ്ങൾ പൈസ തന്നെ. പിന്നെ പൈസ തരാതെ ഓസിന് കിട്ടിയപ്പോ ചാടി പിടിച്ച് മേടിച്ച് കൊച്ചിനെ എടുക്കാൻ പിടിച്ചു. അങ്ങനെയല്ല, ഈ സാധനം ഞങ്ങൾ തിരിച്ചു തരില്ല, ഞങ്ങൾ പൈസയും തരില്ല. ആൾക്കാരെ പറഞ്ഞു പറ്റിക്കരുത്, മനസ്സിലായോ? പറഞ്ഞു പറ്റിക്കാൻ പാടില്ല. ആരും ഇവിടുന്ന് പൈസ തരില്ല, ഒന്നും തരില്ല. ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോണ്ടേ? ആ പ്രസ്ഥാനം ഇങ്ങനത്തെ ഉടായ്പ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പുള്ളിപ്പുള്ളി പോലെ ഇരുന്നിട്ട് എന്നെക്കാലും ആരോഗ്യം ജിമ്മിൽ പോണ്ടോ? പോകുന്നുണ്ട്. ആണോ? എന്നാ നേരെ കൊണ്ടുപോകും. ചുമ്മാ തരാന്ന് വെച്ചാൽ അയാളുടെ ഓരോ ഉടായ്പ സാധനങ്ങൾ. പ്രഷർ കുക്കർ മേടിച്ചിട്ട് രോഗം മാറ്റാൻ വേണ്ടി. അത് കൊള്ളാം. ഇവിടെ താഴ്ച തിരിച്ചു കൊടുത്തേക്കാം. നമുക്ക് വേണ്ട. കൊണ്ടുപോ. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഈ മുതലയുടെ വായിലേക്ക് കിട്ടാൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മലയാളികളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായല്ലോ. കൈയ്യടി. മനസ്സിലായി, മലയാളികളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലോ. എന്നാലും ഞാൻ ജീവിക്കും. അല്ല ചേട്ടനാകെ പറ്റിക്കൽ പരിപാടി മാത്രമല്ലേ അറിയുള്ളൂ. മലയാളികളാണെങ്കിൽ പറ്റിക്കാനും പറ്റില്ല. പിന്നെ തങ്ങൾ എങ്ങനെ ജീവിക്കും? മലയാളികൾ പറ്റിക്കുന്ന ബംഗാളികളുണ്ടല്ലോ ഇവിടെ, ഞാൻ അവരെ പറ്റി ജീവിച്ചോളാം.